അല്പസമയം കർത്താവിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ തമിഴിലൊന്ന് വായിക്കാമോ? ശ്രദ്ധിക്കൂ, വലിയൊരു സ്പിരിച്വൽ മിസ്റ്ററി, വലിയൊരു ആത്മീക രഹസ്യമാണ് ഈ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. 18-ാം വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എന്ത് വിചാരിച്ചാൽ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. തേജസ്, എല്ലാവരും പറഞ്ഞേ തേജസ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു തേജസ്സിനെ കുറിച്ച്. തേജസ്സിൻ്റെ അളവുകളിൽ വ്യത്യാസമുണ്ട്. കുറഞ്ഞ അളവിൽ തേജസ് ഉള്ളപ്പോൾ ഒരുപക്ഷെ ഉപദ്രവിക്കപ്പെടാം, ഞെരുക്കങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ തേജസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിലെല്ലാത്തിലും ജയമെടുക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയും. ദാനിയേലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തേജസ് അല്പം കൂടെ കൂടുതലുള്ള ഒരു ദൈവ പുരുഷനാണ്. ദാനിയേലിൻ്റെ പ്രത്യേകത, ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. നിയമം പ്രതികൂലമാണെങ്കിൽ പോലും അതിനെ വകവയ്ക്കാതെ വണ്ണം ദൈവത്തിനായി സമയം ചെലവഴിക്കുവാൻ സമർപ്പിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ദാനിയേൽ. ദാനിയേലിൽ തേജസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ദാനിയേലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, വിചാരണ ചെയ്തു, ശിക്ഷയ്ക്ക് വിധിച്ചു. സിംഹത്തിൻ്റെ കൂട്ടിൽ ഇട്ടപ്പോൾ ദൈവം സിംഹത്തിൻ്റെ വായടയ്ക്കുവാൻ ദൂതനെ ഇറക്കി നൽകി. ഹല്ലേലൂയ. അപ്പോൾ തേജസ് കുറഞ്ഞവർ ഉപദ്രവിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ഞെരുങ്ങി കഷ്ടതകൾ അനുഭവിച്ചു. തേജസ് അല്പം കൂടെ വർദ്ധിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി വരുന്നുണ്ട് സഹായത്തിനായി. അപ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സഹായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കണം. ആമേൻ. ഇപ്പോൾ നാം വായിച്ച വചനം അതാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം അനുവദിച്ചിരിക്കുന്നു. നമ്മളത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആ തേജസ് എങ്ങനെ വർദ്ധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഞാനിന്ന് സംസാരിക്കുവാൻ ശ്രമിക്കും. അടുത്ത് ദാനിയേലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏലിയാവിനെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞ ഞായറാഴ്ച. ഏലിയാവിൽ ദാനിയേലിലുള്ളതിനേക്കാൾ അധികം തേജസ് ഉണ്ടായിരുന്നു. ദാനിയേലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, വിചാരണ നടത്താൻ പറ്റി, ശിക്ഷ വിധിക്കാൻ പറ്റി. പക്ഷേ ഏലിയാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്നവരുടെ മേൽ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയാണ്. അതാണ് ഏലിയാവ് എന്ന ദൈവ മനുഷ്യന്റെ പ്രത്യേകത. കാരണം എന്താണ്? ദാനിയേലിൽ ഉള്ളതിനേക്കാൾ അധികം തേജസ് ഏലിയാവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും ഏലിയാവിനോട് അടുക്കുവാനോ ഏലിയാവിനെ ഞെരുക്കുവാനോ ഏലിയാവിൻ്റെ മേൽ ജയമെടുക്കുവാനോ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ രഹസ്യം ദൈവത്തിൻ്റെ ജനം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സഹായങ്ങൾ, സ്വർഗീയമായ സഹായങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. തേജസ്സിൽ കുറഞ്ഞിരുന്നാൽ ഉപദ്രവങ്ങളുണ്ടാകും, കഷ്ടതകളുണ്ടാകും, പീഡനങ്ങളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും, പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ജീവിതത്തിലുണ്ടാകും. തേജസ് വർദ്ധിക്കും തോറും അവിടെയെല്ലാം സഹായങ്ങൾ ലഭിക്കും, നീക്കുപോക്കുകൾ ലഭിക്കും, പരിഹാരങ്ങൾ ഉണ്ടാകും, സൊല്യൂഷൻസ് ഉണ്ടാകും. ഉദാഹരണത്തിന് ദാനിയേലിൻ്റെ ജീവിതം, ദൂതൻ ഇറങ്ങി വന്ന് ഒരു സഹായത്തെ കൊടുക്കുകയാണ്. വീണ്ടും അതിനേക്കാൾ ഉപരി തേജസ് വർദ്ധിക്കുമ്പോൾ ഏലിയാവിനെ പോലെ എല്ലാ പ്രതികൂലങ്ങളെയും ജയിച്ചു നിൽക്കുവാനുള്ളൊരു ഒരു അവസരം ലഭിക്കും. അതാണ് നാം കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചത്. ഈ ഏത് ലെവലിൽ വേണമെങ്കിലും ദൈവ മക്കൾക്ക് വളർന്നു വരാം. ഹല്ലേലൂയ.
നമ്മിൽ അധികം തേജസ് വെളിപ്പെടണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവരാണ്. എന്നാൽ ഏത് അളവിലുണ്ട്? അല്പമാണോ, വീണ്ടും അധികമുണ്ടോ, വീണ്ടും അധികമുണ്ടോ? അധികം അളവിൽ നമ്മിൽ വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തേജസ് നമ്മിൽ വരണമെങ്കിൽ നമ്മൾ അതിനായി ഒരുങ്ങണം. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരില്ല. ലോകപരമായി ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരില്ല. ദൈവവുമായി ഒരു കണക്ഷനുമില്ലാതെ ജീവിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരില്ല. ദൈവത്തിൻ്റെ തേജസ് ആരുടെ മേൽ വരും? സ്വയം വചനപ്രകാരം ഒരുങ്ങുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് വരും. ഹല്ലേലൂയ. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകും. ഈ വചനം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മിലൊരു ആഗ്രഹം ഉണ്ടാകട്ടെ, എന്നിൽ ദൈവത്തിൻ്റെ തേജസ് ഇനിയും അധികം എനിക്ക് വേണമെന്നൊരാഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്, ഗ്ലോറി ഓഫ് ഗോഡ്, അത് നമുക്ക് തരുവാൻ കർത്താവ് വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറിയത് തന്നെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ ശരീരത്തെ തകർത്തത്, രക്തം ചിന്തിയത്, ആ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ പുറത്തു കൊണ്ടുവന്ന് നമുക്കൊരു ജയത്തെ തരുവാൻ വേണ്ടിയിട്ടാണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ നമ്മുടെ മുന്നിൽ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ തേജസ് നമുക്ക് വേണം. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നു. സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വർദ്ധിക്കും. വചനം വായിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകും. അങ്ങനെ ആഗ്രഹത്തോടുകൂടെ ചെയ്യുന്നവർക്ക്, വെറുതെ വായിക്കുന്നവർക്കൊന്നും കിട്ടില്ല. ഈ കാര്യങ്ങൾ ഗ്രഹിക്കാതെ ചെയ്യുന്നവർക്കൊന്നും കിട്ടില്ല. പക്ഷേ അതിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച്, അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിച്ച് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. തേജസ് കുറഞ്ഞിരിക്കുമ്പോൾ രോഗങ്ങൾ നമ്മെ അടിമപ്പെടുത്തിയേക്കും. എന്നാൽ തേജസ് വർദ്ധിച്ചാൽ രോഗത്തെ പോലും ജയിക്കുവാൻ കഴിയും. തേജസ് കുറഞ്ഞിരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ നമ്മെ ഞെരുക്കിയേക്കാം, തോൽപ്പിച്ചേക്കാം, തകർത്തേക്കാം. എന്നാൽ തേജസ് വർദ്ധിക്കുമ്പോൾ അതിനെ നമുക്ക് ജയിക്കുവാൻ, അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ നമ്മുടെ മേൽ ബാധിക്കാതെ വണ്ണം ജയിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഏലിയാവിനെ നോക്കൂ. തേജസ് വർദ്ധിച്ചപ്പോൾ ശത്രുക്കൾക്ക് ഏലിയാവിനെ തൊടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മരണത്തിന് പോലും ഏലിയാവിനെ തൊടുവാൻ കഴിഞ്ഞില്ല. മരണം കാണാതെ എടുക്കപ്പെടുന്ന ഒരു അനുഭവം ഏലിയാവ് എന്ന ദൈവ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ കാണുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വാസത്തോടുകൂടെ ഏറ്റെടുത്താൽ അതിൻ്റെ അംശങ്ങളെ നമുക്കും സ്വന്തമാക്കുവാൻ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നത്, ക്രൂശിൽ യാഗമായി മാറിയത് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശാരീരികമായ അവസ്ഥ, നമ്മുടെ മാനസികമായ അവസ്ഥ, നമ്മുടെ ആത്മീകമായ അവസ്ഥ, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, എല്ലാറ്റിലും ഒരു മാറ്റത്തെ തരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തെ തകർത്തത്. ആരെല്ലാം വിശ്വസിച്ച് ആ വചനങ്ങളെ ഏറ്റെടുക്കുന്നുവോ അവർക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. വിശ്വാസത്താൽ യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക്, വിശ്വാസത്താൽ ആ വചനങ്ങളെ കൈക്കൊള്ളുന്നവർക്ക് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ആരോഗ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഏരിയാസിലും ദൈവികമായ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വസിപ്പിൻ, നമുക്ക് ആ മാറ്റങ്ങൾ വേണം. തേജസ് വേണം, കൃപ വേണം, ദൈവത്തിൻ്റെ ശക്തി വേണം. കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ കാത്തിരിപ്പിൻ. ദൈവജനത്തിന് എന്ത് വേണം?
ശക്തി വേണം. എന്ത് ശക്തി? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എന്തു ശക്തി? ബുദ്ധിയിൽ കിട്ടുന്ന ഒരു മെൻ്റൽ പവർ അല്ല, മസിൽ പവർ അല്ല, ഫിനാൻസിൻ്റെ പവർ അല്ല, സോഷ്യൽ പവർ അല്ല, ഒരു സ്പിരിച്വൽ പവർ നമുക്ക് വേണമെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. ഇന്ന് നാം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ, കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ഒരു സ്പിരിച്വൽ പവർ നമ്മുടെ ഉള്ളിൽ കർത്താവ് പകരുന്നുണ്ട്. വചനത്തിൽ നിന്നും നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ നാം കൂടി വരുമ്പോൾ, കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ഒരു ആത്മീകമായ ശക്തി, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ കർത്താവ് പകരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ശക്തിയിലും ഈ തേജസ്സിലും അധികം വർദ്ധിച്ചു വരണം എന്നൊരു ലക്ഷ്യമുണ്ടാകട്ടെ. ഈ ശക്തി പോരാ, ഈ തേജസ് പോരാ, ഇതിലധികം തേജസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്ന തേജസ്സിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. രോഗങ്ങൾ സൗഖ്യമാകുന്നു, ശാപങ്ങൾ മാറുന്നു, പൈശാചികമായ ബന്ധനങ്ങൾ തകരുന്നു, ചില അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴുള്ള തേജസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നാൽ ഇനിയും തേജസ് വർദ്ധിക്കുമ്പോൾ ഇതിലധികം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. 1-2 സാക്ഷികളെ ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പാപ്പൻ മാത്രം ഒന്ന് മുന്നിലേക്ക് വരാമോ? ശ്രീകാര്യത്തുള്ള അപ്പാപ്പൻ ഒന്ന് വന്നേ. അപ്പാപ്പൻ്റെ ജീവിതത്തിലെ, അവിടെ നിന്നാലും മതി, അപ്പാപ്പൻ്റെ ജീവിതത്തിലെ അനുഭവം സാക്ഷിയായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പാപ്പൻ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി ഇരുന്നാലും കുഴപ്പമില്ല. ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. 2014 മുതൽ ഷുഗർ ആരംഭിച്ചു, അല്ലേ അമ്മമ്മ? അങ്ങനെയല്ലേ? 2014 മുതൽ ഷുഗർ ആരംഭിച്ചു, മരുന്നെടുക്കുകയാണ്. എന്നാൽ ആരാധിച്ചു തുടങ്ങിയതിന് ശേഷം, ഇപ്പോൾ 2022 23 2023 ആരാധിച്ചു തുടങ്ങിയതിന് ശേഷം അപ്പം ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്. നോർമലി ഷുഗർ വന്നാൽ പോകില്ല, ശരിയല്ലേ? അല്ലേ? ഓക്കെ. അപ്പാപ്പന് 2014 മുതൽ 2023 വരെ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. എന്നാൽ അവർ ഈ 2023 കാലഘട്ടത്തിലാണ് ആരാധിച്ചു തുടങ്ങിയത്. കർത്താവിൻ്റെ പാദത്തിൽ കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയപ്പോൾ, ഞാൻ അതിനെ മറ്റൊരു ഭാഷയിൽ പറയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ തേജസ് അവരുടെ മേൽ വന്നപ്പോൾ ആ ഷുഗറിൻ്റെ അവസ്ഥ, ഡയബറ്റിക് കണ്ടീഷൻ ദൈവം അവരുടെ ശരീരത്തിൽ നിന്നും മാറ്റിക്കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, ഇനി മരുന്ന് വേണ്ട, ഇനി ഷുഗറിന് മരുന്ന് കഴിക്കണ്ട. 2014 മുതൽ 2023 വരെ 9 വർഷത്തോളം, അല്ലേ, 9 വർഷത്തോളം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന 80 വയസ്സോളം വരുന്ന ഒരു ഷുഗർ പേഷ്യൻ്റ് ഇപ്പോൾ മരുന്ന് കഴിക്കാതെ വണ്ണം ആരോഗ്യത്തോടുകൂടെ ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്, ഇത് ദൈവത്തിൻ്റെ തേജസ്സിനാലാണ്. ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. സുനിൽ ബേറിൻ്റെ കാര്യം. സുനിൽ ബേറിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഓക്കെ. സുനിൽ ബേർ ആക്സിഡൻറ്റ് പറ്റി, കാലിൽ ആ പകുതിയോളം കാലിലെ മസിൽ എല്ലാം പോയി, നഷ്ടപ്പെട്ടു പോയി. ഡോക്ടർ പറഞ്ഞിരുന്നു കാല് മുറിക്കണമെന്ന്. സുനിൽ ബേർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കാല് മുറിച്ചു മാറ്റണമെന്ന്. ഓക്കെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജോയ് സാർ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരസ്പരം? ജോയ് സാറിനെ നോക്കിക്കേ, ക്ലാസ്മേറ്റ്സ് അല്ലേ? കോളേജിൽ ഒരു കോളേജിൽ പഠിച്ചവരാണ്. ഓക്കെ. കോളേജ് മേറ്റ്സ് കണ്ടുമുട്ടുകയാണ്. ശരി. അദ്ദേഹം സബ് ഇൻസ്പെക്ടറാണ്. സുൽവറിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ്. ഫൈൻ. ബേറിൻ്റെ കേസ്, ബേർ ഹോസ്പിറ്റലായിരുന്നു. ബേറിൻ്റെ കേസ് സാറിരുന്ന സ്റ്റേഷനിലാണ് പോയത്, നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ, അല്ലേ? റൈറ്റ്. ഓക്കെ, ഫൈൻ. കാല് മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് കിഡ്നിയും ഇൻഫെക്ഷനായി മെഡിക്കൽ കോളേജിൽ കിടന്ന കണ്ടീഷനിലാണ് പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണം, കിഡ്നി ഇൻഫെക്ഷനായി പോയി. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ അഭിപ്രായം അവർ മാറ്റി. കാലും മുറിക്കേണ്ട, കിഡ്നിയിൽ ഇൻഫെക്ഷനും ഇല്ല എന്ന് അവരുടെ അഭിപ്രായം അവർ മാറ്റി.
മാത്രമല്ല അതേ കാലോടുകൂടെ മെഡിക്കൽ കോളേജിൽ നിന്നും നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ആ സമയത്ത് അതിഭയങ്കരമായ വേദന കണ്ടിന്യൂസ് ആയിട്ട്, പെയിൻ കില്ലറിലൊന്നും വേദന നിൽക്കില്ല, കണ്ടിന്യൂസ് ആയിട്ട് അതിഭയങ്കരമായ വേദനയിൽ പുളഞ്ഞു കിടക്കുന്ന അനുഭവം, ഒരു മരണക്കിടക്ക പോലുള്ളൊരു അനുഭവത്തിലായിരുന്നു. ഞങ്ങൾ പോയി അന്നൊരു ദിവസം ആ ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ അവസ്ഥയ്ക്ക് മാറ്റം കൊടുത്തു, വേദനയ്ക്ക് മാറ്റത്തെ കൊടുത്തു. എഴുന്നേറ്റിരിക്കാത്ത ബ്രദർ അന്ന് നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ എഴുന്നേറ്റിരുന്നു. 1 മാസത്തിലധികമായി ആഹാരമൊന്നും കഴിക്കാൻ വേണ്ടാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഞങ്ങളന്ന് പോയി പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത ദിവസം അതിരാവിലെ 4 മണിക്ക് ബ്രദർ എഴുന്നേറ്റിരുന്ന് പറയുകയാണ്, എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണം, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ആഹാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ് ആ മകനെ തൊട്ടപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി ആ മകനെ തൊട്ടപ്പോൾ മരുന്നിന് കഴിയാത്തത്, ഡോക്ടറിന് കഴിയാത്തത്, മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തത് അനുഭവങ്ങൾ മകന്റെ ശരീരത്തിലുണ്ടായി, മകന്റെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ മാറ്റങ്ങൾ മകന്റെ ജീവിതത്തിൽ വരികയാണ്. ഓക്കെ, ആഹാരം കഴിച്ചു തുടങ്ങി. ദെൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഡെയിലി കാല് ഡ്രസ്സ് ചെയ്യണം. വൈഫാണ് ആ കാല് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാല് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കെ വേറിന് എഴുന്നേറ്റിരിക്കാം, കട്ടിൽ എഴുന്നേറ്റിരിക്കാം, പക്ഷെ കാലൂന്നി നടക്കാൻ പറ്റില്ല. കാരണം പകുതി ചതയില്ല, കാലിൻ്റെ പകുതി, പാദം മുതൽ മുകളിൽ വരെ പകുതി മസിൽസ് ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കാല് തറയിൽ ഊന്നാൻ പറ്റില്ല. ഒരു ദിവസം വളരെ വേദനയോടെ പറഞ്ഞു, എനിക്ക് കാല് തറയിൽ ഊന്നണം. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ, നമ്മൾ ആരും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെ ഒരു ദൈവത്തിൻ്റെ ശക്തി മാൻ്റെ മേൽ വന്നിറങ്ങിയത് മാൻ അനുഭവിച്ചു. എന്ത് സംഭവിച്ചെന്നറിയില്ല. നമ്മൾ ആരും പിടിക്കാതെ സ്വന്തമായിട്ട് അതേ കാലൂന്നി എഴുന്നേറ്റ് നടന്ന് ഹാളിൽ വന്ന് ചാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എത്ര പേർ ആ കാഴ്ച കണ്ടു? ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? കൈ ഉയർത്തിക്കെ. സുൽബർ, കിങ് സ്ലിബർ, വീട്ടുകാരും കണ്ടില്ലേ? ആ, ഓക്കെ, റൈറ്റ് റൈറ്റ്. ഈ അനുഭവം അന്ന് രാത്രി നമ്മൾ കണ്ടു. എന്നിട്ട് അടുത്ത ഘട്ടം, അവിടെ മസിൽസ് വരുന്നില്ല. മസിൽസ് നോർമലി അത് തിരിച്ചു വരില്ല. അത് വളരെ ദുഃഖത്തോടുകൂടെ അവർ ഒരു ദിവസം പറഞ്ഞു, അവിടെ മസിൽസ് വരുന്നില്ല, ഞങ്ങൾക്ക് ആ കാല് നേരെയായി കിട്ടണം എന്ന് വളരെ വേദനയോടെ പറഞ്ഞു. ഞങ്ങളും ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത ദിവസം അതിൻ്റെ ഡ്രസ്സിങ് എല്ലാം മാറ്റി ഡ്രസ്സ് ചെയ്യുന്ന കാര്യം നോക്കിയപ്പോൾ സിസ്റ്റർ കാണുന്ന കാഴ്ച, അവിടെ മസിൽസ് വളർന്നു തുടങ്ങുന്ന കാഴ്ച കണ്ടു. അതിൻ്റെ ദൃക്സാക്ഷി സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് തന്നെ അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? ആ കാഴ്ച കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടപ്പോൾ ഇത് സംഭവിച്ചു. ആ മസിൽസ് വേഗം വളരാൻ തുടങ്ങി. കാല് പകുതി വെച്ച് കീറിയെടുത്ത കണ്ടീഷൻ, എന്നാൽ വേഗത്തിൽ 1 മാസം പോലും എടുത്തില്ല എന്ന് തോന്നുന്നു. 1 മാസം എടുത്തോ സിസ്റ്റർ? 1 മാസം പോലും എടുത്തില്ല. വേഗത്തിൽ ചത വന്ന് മൂടി നോർമൽ കാല് പോലെ ഇന്ന് കാണുന്ന ആ കാലിൻ്റെ കണ്ടീഷനിലേക്ക് ആ കാല് മാറി വന്നു. മാത്രമല്ല വേറെ കാല് മസിൽസ് മൂടി വന്നെങ്കിലും കാല് തറയിൽ പഴയ കണ്ടീഷനിൽ ഊന്നാൻ പറ്റില്ലായിരുന്നു. പക്ഷേ 2023 ജനുവരി മാസം അവിടെ നിന്നും നടന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ആലയത്തിൽ വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. വീണ്ടും വീണ്ടും ചില പല കണ്ടീഷൻസ് അടിക്കടി പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ നടന്നു. എൻ്റെ കാല് മടക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? എത്ര മടക്കാൻ പറ്റുമായിരുന്നു? ഒന്ന് കാണിച്ചേ, ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് കാണിച്ചേ. മസിൽസ് ഇല്ലാതിരുന്ന കാലിൽ മസിൽസ് വന്നു. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതേ കാലുകൊണ്ട് നടന്ന് ദൈവത്തിൻ്റെ പാദത്തിൽ ദൈവസഭയുടെ മുന്നിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഓക്കെ, എത്ര കാല് മടക്കാൻ പറ്റുമായിരുന്നു? നോക്കിക്കേ, ഇത്ര മാത്രമേ കാല് മടക്കാൻ പറ്റുള്ളൂ. ഒരു രാത്രി ദിവസം ആരാധനയിൽ, എനിക്ക് തോന്നുന്നു ജനുവരി ആണോ ഡിസംബർ ആണോ? ജനുവരി ലാസ്റ്റ് അല്ല, ഡിസംബർ. ജനുവരി ന്യൂ ഇയർ നമ്മൾ ആരാധിച്ചു. ഇത് ജനുവരി ലാസ്റ്റ് നമ്മളിപ്പോൾ ആരാധിച്ചതാ.
ഡിസംബർ. അത് നവംബർ അവസാനം ഡിസംബർ ആദ്യമുള്ള മിഡ് നൈറ്റ് പ്രേയറിൽ ഇവിടെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു ദൈവശക്തി മകൻ്റെ മേൽ വന്നിറങ്ങി. ആ മകൻ അറിയാതെ തന്നെ ഇവിടെ കിടന്ന് ഓടാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? മടങ്ങാതിരുന്ന കാല് മടക്കാൻ പറ്റി. ഇപ്പൊ തന്നെ കാല് മടക്കാൻ പറ്റുമോ? ഇപ്പൊ മടക്കി കാണിച്ചേ. ആദ്യം എത്ര മടക്കാൻ പറ്റുമായിരുന്നു? ആദ്യം എത്ര മടക്കാൻ? അത്രമാത്രം മടക്കാൻ പറ്റുള്ളൂ. ഇപ്പോ നല്ലവണ്ണം മടക്കാൻ അന്നത്തെ ഒരു രാത്രിയുള്ള പ്രേയറിൽ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്തു. എങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ, ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടപ്പോൾ അത്ഭുതം നടന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, സ്തുതിക്കുന്ന മക്കൾക്ക്, ആരാധിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കും, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും, ശരീരത്തിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യം ഞാൻ പറഞ്ഞു, ഷുഗർ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു, കംപ്ലീറ്റ്ലി മാറി. 80-ാമത്തെ വയസ്സിൽ ഇന്ന് മരുന്ന് കഴിക്കാതെ, ഷുഗർ കണ്ടീഷൻ, ഡയബറ്റിക് കണ്ടീഷൻ ഇല്ലാതെ ആരോഗ്യത്തോടുകൂടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്ന് ഇന്ന് കർത്താവിന്റെ പാദത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഡോക്ടർ മുറിക്കണമെന്ന് പറഞ്ഞ കാല്, ഇന്ന് ആ കാല് അതിൻ്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വന്ന് ആരോഗ്യം ലഭിച്ച് മകൻ ഇന്ന് വന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുശേഷം ഒരു സാക്ഷിയുടെ വേറെ പറഞ്ഞു, കുഞ്ഞിനെ ഒന്നും എടുത്തു വെച്ചുകൊണ്ട് വേറെ നിൽക്കാൻ പറ്റില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് വേറെ സാക്ഷി പറഞ്ഞതാണെന്ന് തോന്നുന്നു. എന്നാൽ കഴിഞ്ഞ ആ ആരാധനയിൽ, 1-2 ആഴ്ചയ്ക്ക് മുന്നുള്ള ആരാധന മുഴുവനും ഒരു കുഞ്ഞിനെ ചുമന്നു വെച്ചുകൊണ്ട് മാൻ നിന്ന് ദൈവത്തെ ആരാധിച്ചു. മാത്രമല്ല ആ കുഞ്ഞിനെയും ചുമന്നു കൊണ്ടുവന്ന് സാക്ഷി പറയുവാൻ ദൈവം കൃപ ചെയ്തു. ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ നിരക്കുന്ന, യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സംഭവിക്കുന്നു, യേശുവിന്റെ ശക്തിയാൽ സംഭവിക്കുന്നു. കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രവൃത്തികളിൽ നമ്മളത് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വത്തെ കൊടുക്കും. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വത്തെ കൊടുക്കാം. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇടയിൽ ഞാൻ 1-2 സാക്ഷികളെ വിളിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ ഇതുപോലെ ജീവിക്കുന്ന സാക്ഷികൾ അനേകർ നമ്മുടെ ഇടയിലുണ്ട്. സ്തുതിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും, ആരാധിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും. കർത്താവിൻ്റെ വചനത്തെ അനുസരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ തേജസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. അപ്പോൾ തേജസ് വർദ്ധിക്കണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വലിയൊരു തേജസ് നമ്മിൽ വെളിപ്പെടുവാനുണ്ട്. അത് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കഷ്ടത്തിലൊന്നും കാര്യമില്ല. ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ, ഇപ്പോഴുള്ള ഞെരുക്കങ്ങൾ, ഇപ്പോഴുള്ള വേദനകൾ, ഇതിനെ ഞാൻ കാര്യമാക്കുന്നേയില്ല. ഹല്ലേലൂയ. ആ തേജസ്സിനെ കുറിച്ച് വിചാരിക്കുവിൻ. ദൈവപുത്രന്മാരായി, മഹത്വമുള്ള ദൈവപുത്രന്മാരായി നമ്മെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതേ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ആരാണ്, 15-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ ആരാണെന്ന് അവിടെ കാണാം. ദൈവത്തിന്റെ മക്കൾ ആരാണ്? அந்தபடி திரும்பவும் பயப்படுகிறதற்கு நீங்கள் அடிமைத்தனத்தின் ஆவியை பெறாமல் அப்பா பிதாவே என்று கூப்பிட பண்ணுகிற புத்திர ஸ்வீகாரத்தின் ആവിയെ പെറ്റീர்கள். നോക്കിക്കേ, നമ്മുടെ മേൽ ഒരു ആത്മാവിനെ ദൈവം പകർന്നിരിക്കുന്നു. എന്താത്മാവിനെ പകർന്നിരിക്കുന്നു? ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഓക്കെ, ദാസനല്ല, അടിമയല്ല, പുത്രനാണ്. ഏതാത്മാവിനെ പകർന്നിരിക്കുന്നു? പുത്രത്വത്തിന്റെ ആത്മാവിനെ, ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഞാനൊരു അടിമയാണ്, പുഴുവാണ്, കീടമാണ് എന്ന് പറയരുത്. പകരം പറയണം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഐ ആം ദ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇനി ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ ദാസൻ എന്ന് പറയരുത്. പകരം എങ്ങനെ പറയണം? ദൈവത്തിന്റെ പുത്രൻ. എല്ലാവരും പറഞ്ഞ് ദൈവപുത്രൻ, സൺ ഓഫ് ഗോഡ്. ദൈവദാസനല്ല, ദൈവപുത്രൻ, അല്ലെങ്കിൽ മാൻ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ വുമൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ.
നമ്മെ ദൈവപുത്രന്മാരാക്കി കർത്താവ് മാറ്റിയിരിക്കുകയാണ്. കൊയർ പാടിയ പാട്ടിലെ ഒരു വരികൾ അതുണ്ടല്ലോ, എന്താണ് അതൊന്ന് പാടിക്കേ, മൈക്കി പാടിക്കേ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബ്ബാ പിതാവേ അബ്ബാ പിതാവേ എന്താണ് നീക്കിയത്? അടിമ എന്ന നാമത്തെ നീക്കി. അടിമയായിരുന്നു, മിസ്രൈമ്യർക്ക് അടിമയായിരുന്നു, ഫറവോൻ അടിമയായിരുന്നു, പിശാചിന്റെ അടിമയായിരുന്നു, പാപത്തിന്റെ അടിമയായിരുന്നു. യേശുവിനെ വിശ്വസിച്ച്, യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, വിശ്വസിച്ച് സ്നാനമെടുത്തപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ വിശ്വസിച്ച മക്കളുടെ മേൽ കർത്താവ് തന്നിരിക്കുന്നു. ഇന്ന് അടിമയല്ല, ഇന്ന് പുത്രത്വമുള്ള, അവൻ അവകാശമുള്ള ദൈവത്തിന്റെ രാജ്യത്തിലെ ദൈവപുത്രന്മാരാണ്. അങ്ങനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുവേൻ. ഹല്ലേലൂയ. എത്ര വചനം കേട്ടാലും മനസ്സ് രൂപാന്തരപ്പെടാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്. ഈ കേൾക്കുന്ന വചനത്തിൽ തന്നെ ജീവിക്കുവാൻ നമ്മെ ഒന്ന് ഒരുക്കിയാൽ നമ്മുടെ ജീവിതം മാറും. വെറുതെ കേട്ട് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു പോയാൽ പോരാ, ആ വചനത്തിൽ നമ്മൾ ജീവിക്കണം. നമ്മളിപ്പോൾ കേൾക്കുകയാണ്, ഞാൻ അടിമയല്ല, ഞാൻ പുത്രനാണ്, എന്നിൽ ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, അടിമത്വത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്, പിതാവ് എനിക്ക് തന്നിരിക്കുന്നത്. അത് തന്നെ മനസ്സിൽ ഉറപ്പിക്കുവൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ ആ ആത്മാവിനാൽ ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വർദ്ധിക്കും. ആ ആത്മാവിനാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വർദ്ധിക്കും. ആ ആത്മാവിനാൽ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വർദ്ധിക്കും. ദൈവികമായ അനേക അംശങ്ങൾ അതേ ആത്മാവിനാൽ നമ്മിൽ വർദ്ധിക്കും. അത് വർദ്ധിപ്പിക്കുവാനുള്ളൊരു ജോലിയാണ് നമ്മുടെ ജോലി. അത് വർദ്ധിക്കുവാനൊരു ലക്ഷ്യമാണ് കർത്താവ് നമ്മിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദൈവമക്കളുടെ ഉള്ളിലും ഒരു ലക്ഷ്യമുണ്ട്. ആ ശക്തി, ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വർദ്ധിക്കണം. എഫേസ്യർക്ക് ലേഖനം 6-10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. നമ്മൾ ശക്തിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മസിൽ പവറിലല്ല, മറ്റ് ലോകപരമായ ശക്തിയിലല്ല, സ്പിരിച്വൽ പവറിൽ, ഹോളി സ്പിരിറ്റിൻ്റെ പവറിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ശക്തിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. ശക്തി നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പലതിനെയും നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയും. രോഗത്തെ ജയിക്കാം, പൈശാചികമായ പോരാട്ടങ്ങളെ ജയിക്കാം, മന്ത്രതന്ത്രങ്ങളെ ജയിക്കാം. പൈശാചികമായ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവശക്തിയുള്ള ദൈവത്തിൻ്റെ മക്കൾ ജയിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവുള്ള, ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൈവ പൈതലിൻ്റെ മേൽ പൈശാചിൻ്റെ ആത്മാവ് ജയമെടുക്കയില്ല. ഹല്ലേലൂയ. മന്ത്രവാദം പോലുള്ളത് എന്താണ്? അത് പിശാചിൻ്റെ ശക്തിയാൽ വരുന്ന കാര്യങ്ങളാണ്. ആ പൈശാചിക ശക്തി ആരെ അറ്റാക്ക് ചെയ്യും? ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരെ അറ്റാക്ക് ചെയ്യും, ദൈവത്തിൻ്റെ ശക്തി ഇല്ലാത്തവരെ അറ്റാക്ക് ചെയ്യും. വചനം പറയുന്നു, ഇസ്രായേലിന് ആഭിചാരം ഫലിക്കയില്ല. ഫലിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവില്ല, ഇസ്രായേൽ അല്ല, ദൈവത്തിൻ്റെ ശക്തിയില്ല, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുള്ള, ശക്തിയുള്ള, തേജസ്സുള്ള, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുത്രന്മാരായി ദൈവത്തിൻ്റെ മക്കൾ ശോഭിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ വളർന്ന് വളർന്ന് വളർന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തുതിക്കും തോറും നമ്മിൽ ശക്തി വർദ്ധിക്കും, തേജസ് വർദ്ധിക്കും. ആരാധിക്കും തോറും ശക്തി വർദ്ധിക്കും, വചനങ്ങൾ അനുസരിക്കും തോറും ശക്തി വർദ്ധിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ പവർ, ഒരു ആത്മശക്തി വർദ്ധിപ്പിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമുണ്ട്. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു, തേജസ്സിൻ്റെ മേൽ തേജസ്, ഗ്ലോറി ടു
ഗ്ലോറി. തേജസ്സിന്റെ മേൽ തേജസ്. ഇപ്പോഴുള്ള തേജസ് പോരാ, ഇതിലധികം തേജസ് വേണം. ഇപ്പോഴുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി പോരാ, ഇതിലധികം ശക്തി വേണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സണ്, ഒരു ആത്മ മനുഷ്യന്, ഒരു ആത്മീകന് ദൈവത്തിന്റെ ശക്തി പ്രാപിപ്പാൻ കഴിയും. ജഡീകന്, ലൗകികന് ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വരില്ല. ദൈവത്തിന്റെ ശക്തി അവർക്ക് പ്രാപിപ്പാൻ കഴിയില്ല. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ പല കാര്യങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിക്കണം, ആരാധിക്കണം, സ്തുതിക്കണം, കൂട്ടായ്മ വേണം, പല കാര്യങ്ങൾ വേണം. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രയർ, പ്രാർത്ഥന. ആത്മശക്തിയുള്ള മനുഷ്യർ പലരും പ്രാർത്ഥിച്ചവരാണ്. പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയുണ്ട്? കൈ ഉയർത്തിക്കേ. ശരി, എന്താണ് ഈ പ്രയർ? വാട്ട് ഈസ് പ്രയർ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തോട് സംസാരിക്കുക എന്ന് പറയാം. ദൈവത്തിലുള്ള ആശ്രയമാണ് പ്രാർത്ഥന. ടു ഡിപ്പെൻഡ് അപ്പോൺ ഗാഡ്. ദൈവത്തിൽ ശരണപ്പെടുക, ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന. എന്തിനാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ സിറ്റുവേഷനിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. മനുഷ്യവേഷത്തിൽ വന്ന്, ദൈവം തന്നെ മനുഷ്യവേഷത്തിൽ വന്ന് യേശുവിൽ നല്ലൊരു മാതൃക നമുക്ക് കർത്താവ് കാണിച്ചു തന്നു. ഒരു ദൈവപുത്രൻ എങ്ങനെ ആയിരിക്കണമെന്ന് യേശുവിൽ നമുക്ക് കാണാം. യേശു വന്നത് ദൈവമായിട്ടല്ല, യേശു വന്നത് മനുഷ്യനായി, ഒരു ദൈവപുത്രനായി യേശു വെളിപ്പെട്ടു. ആ യേശുവും പ്രാർത്ഥിക്കുന്ന കാര്യത്തെ പഠിപ്പിച്ചു, തൻ്റെ ജീവിതത്തിലും പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെ ചെയ്യുവാൻ വേണ്ടി കർത്താവ് ഒരു മാതൃകയെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഈ 17-ാം അധ്യായം മുഴുവനും പിതാവിനോട് യേശു പ്രാർത്ഥിച്ചു പറയുന്ന വാക്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ കർത്താവിൻ്റെ പ്രെയർ പോയിന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു പ്രാർത്ഥിച്ചതെന്ന് അവിടെ കാണാം. യോഹന്നാൻ 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ, இயேசு இவைகளை சொன்ன பின்பு தம்முடைய கண்களை வானத்துக்கு ஏறெடுத்து, பிதாவே, வேளை வந்தது. நீர் உம்முடைய குமாரனுக்கு தந்தருளின யாவருக்கும் அவர் நித்திய ஜீவனை கொடுக்கும் பொருட்டு மாம்சமான யாவர் மேலும் நீர் அவருக்கு அதிகாரம் கொடுத்தபடியே உம்முடைய குமாரன் உம்மை மகிமைப்படுத்தும்படிக்கு நீர் உம்முடைய குமாரனை மகிமைப்படுத்தும். നോക്കിയേ, നീർ ഉമ്മുடைய കുമാരനെ മഹിമപ്പെടുത്തും. മലയാളത്തിൽ 1-ാം വാക്യം, നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലോറിഫിക്കേഷൻ. ഈ പ്രെയർ എന്തിനായിട്ടാണ്? ഗ്ലോറിക്കുള്ള പ്രെയറാണ്, തേജസ്സിനുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും തേജസ്സിനെ കുറിച്ചാണ്. യേശു പ്രാർത്ഥിക്കുന്നതും ഗ്ലോറിയെ കുറിച്ചാണ്. തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ ഒരു തേജസ്സിനെ വെളിപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ പുത്രനെ എന്ത് ചെയ്യണം? ഗ്ലോറിഫൈ ചെയ്യണം. നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണം എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിനായി ദൈവത്തിൻ്റെ ജനം ആഗ്രഹിക്കണം, അതിനായി പ്രാർത്ഥിക്കണം, അതിനായി പ്രവർത്തിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ 1-ാമത്തെ കാര്യം ഗ്ലോറിക്കായി പ്രാർത്ഥിക്കുന്നു, തേജസ്സിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് എന്നിൽ വെളിപ്പെടണം. നിങ്ങൾ ഓരോ ദൈവമക്കളും അത് തന്നെ ആഗ്രഹിപ്പിൻ. ദൈവത്തിൻ്റെ തേജസ് എൻ്റെ മേൽ പ്രത്യക്ഷനാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചതുപോലെ ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ പ്രത്യക്ഷമാകണം. ഹല്ലേലൂയ. ആഗ്രഹിപ്പിൻ, ദൈവപുത്രനായ എൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് പ്രത്യക്ഷമാകണം. ദൈവപുത്രനായ യേശുവും പ്രാർത്ഥിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തണമേ, എന്നെ ഗ്ലോറിഫൈ ചെയ്യണമേ, എൻ്റെ മേൽ ഗ്ലോറിയെ വെളിപ്പെടുത്തണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യം കർത്താവ് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ 11-ാം വാക്യം, 17-ന്റെ 11-ാം വാക്യം. நான் இனி உலகத்தில் இரேன், இவர்கள் உலகத்தில் இருக்கிறார்கள், நான் உம்மிடத்திற்கு வருகிறேன். பரிசுத்த பிதாவே, நீர் எனக்கு தந்தவர்கள்
நம்மை போல ஒன்றாயிருக்கும்படிக்கு நீர் அவர்களை உம்முடைய നാമത്തിനാലെ കാത്തുകൊള്ളും. നോക്കിക്കേ, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവ് ശിഷ്യന്മാരുടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കാം? നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുകയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുകയാണെന്ന് നോക്കാം. യോഹന്നാൻ സുവിശേഷം തന്നെ അതിൻ്റെ 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ലോകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. 9-ാം വാക്യം, நான் அவர்களுக்காக வேண்டிக் கொள்ளுகிறேன், உலகத்துக்காக வேண்டிக் கொள்ளாமல் நீர் எனக்கு தந்தவர்களுக்காக வேண்டிக் கொள்ளுகிறேன். നോക്കിക്കേ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല. ലോകത്തിന് വേണ്ടി അല്ല. ലോകം എന്താണ്? ഈ ലോകം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൈക്കൊള്ളാത്ത, കർത്താവിൽ വിശ്വസിക്കാത്ത, വചനമനുസരിച്ച് ജീവിക്കാത്ത, വചനത്തെ റെസ്പെക്റ്റ് ചെയ്യാത്ത, വചനത്തെ ബഹുമാനിക്കാത്ത, ദൈവിക കാര്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്തവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കില്ല. ക്രിസ്തുവിനുള്ളിലുള്ളവരുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കും. ആമേൻ. കാരണം വചനം ആത്മാവിനാൽ ലഭിച്ചതാണ്. ദൈവനിശ്വാസ്യമാണ് തിരുവെഴുത്തുകൾ. ദൈവം ആത്മാവാണ്. ആത്മാവാം ദൈവത്തിന് ദൈവനിശ്വാസ്യമായി വെളിപ്പെട്ട വചനത്തിൻ്റെ പ്രകാരമുള്ള ആക്ടിവിറ്റീസ് മാത്രമേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സെന്റിമെന്റ്സിനനുസരിച്ചും നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ചും നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചുമുള്ള കാര്യങ്ങൾ ദൈവം അംഗീകരിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ കൈക്കൊണ്ട് കർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അവർക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. ലോകപരമായി ജീവിക്കുന്ന, ദൈവത്തെ മാനിക്കാതെ ജീവിക്കുന്നവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറവുകൾ, കുറ്റങ്ങൾ വരുമ്പോൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പക്ഷേ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൻ്റെ മാതൃക നമ്മൾ നോക്കണം. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വചനത്തിൻ്റെ മാതൃക നോക്കണം. പല പ്രാർത്ഥനകൾ നമ്മൾ നോക്കുമ്പോഴും അവരെല്ലാം അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹന്ന പ്രാർത്ഥിക്കുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ നമ്മൾ നോക്കിയാൽ ഹന്ന പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടി? വേറെ ആർക്കെങ്കിലും കുഞ്ഞ് ലഭിക്കുവാനല്ല, തനിക്ക് കുഞ്ഞ് ലഭിക്കുവാൻ. ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല, വേറെ എല്ലാവർക്കും കോൺട്രാക്റ്റിന് ഏൽപ്പിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണേ എന്ന്. പ്രേയറിന് കോൺട്രാക്ട് സർവീസ് ഇല്ല. പ്രേയറിന് സെൽഫ് സർവീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് പറഞ്ഞേ, പ്രാർത്ഥനയ്ക്ക് കോൺട്രാക്ട് സർവീസ് ഇല്ല, സെൽഫ് സർവീസേ ഉള്ളൂ. മതി എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ തലയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണം എന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. അവരവർക്ക് വേണ്ടി അവരവർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തുതിക്കാത്ത മക്കൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല. വചനം മാനിക്കാത്ത മക്കൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയിൽ കാര്യമില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ അനുസരിക്കാത്തവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കില്ല. ദൈവത്തെ മാനിച്ചിട്ട്, ദൈവവചനത്തെ അനുസരിച്ചിട്ട്, വചനപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. അതല്ല എങ്കിൽ പ്രാർത്ഥിച്ചാൽ മനസ്സിനൊരു സംതൃപ്തി എന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ വചനപ്രകാരം നമ്മെ ചിട്ടപ്പെടുത്തിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ഞാൻ ചില എക്സാമ്പിൾസ് നമ്മുടെ മധ്യത്തിൽ കാണിച്ചു. ഷുഗർ മാറി, കാലുകളിൽ ഒരു അത്ഭുതം നടന്നു. ഈ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയാൽ അത് സംഭവിച്ചതാണ്. എപ്പോൾ അത് സംഭവിച്ചു? അവർ വിശ്വസിച്ചപ്പോൾ, വചനത്തെ ഏറ്റെടുത്തപ്പോൾ, കർത്താവ് അവരോട് അറിയിച്ചു കൊടുത്ത കാര്യങ്ങളെ അംഗീകരിച്ചപ്പോൾ, അതിനവർ കീഴ്പ്പെട്ടപ്പോൾ, അതിനെ അവർ റെസ്പെക്റ്റ് ചെയ്തപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. തോന്നും പോലെ ജീവിക്കുന്നവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം വേസ്റ്റ് ആക്കരുത്. ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിൽ കടത്താതവണ്ണം സകല ദോഷങ്ങളിലും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്വന്തം ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രീതിയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇതിനെ വിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയാൽ അപകടങ്ങൾ ഉണ്ടാകാം. കാണുന്ന എല്ലാ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകരുത്. ചില നന്മകൾ നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയാലല്ല, ചില നന്മകൾ ലഭിക്കുന്നത് ചില വചനങ്ങൾ അനുസരിക്കുമ്പോഴാണ്. ആരാധിക്കുമ്പോൾ ചില നന്മകൾ ലഭിക്കും, അനുസരിക്കുമ്പോൾ ചില നന്മകൾ ലഭിക്കും. പല കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കേ, ശലോമോൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 3:5 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥന അറിയാമോ? ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ ആവശ്യമായ ജ്ഞാനം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം രാജ്യത്തെ ഭരിക്കുവാനും ദൈവഹിതപ്രകാരം ദേശത്തെ നടത്തുവാനും എനിക്ക് വിസ്ഡം തരണം, എനിക്ക് ജ്ഞാനം തരണം എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ചില പ്രാർത്ഥനകൾ ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. ചില പ്രാർത്ഥനകൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ആൻസർ ലഭിക്കും. ഹല്ലേലൂയ. അടുത്ത് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ഗെത്സമന തോട്ടത്തിൽ. മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള വാക്യത്തിൽ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചു? കർത്താവ് വന്നതുപോലും ഈ യാഗം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, തൻ്റെ ശരീരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു ഹ്യൂമൻ ഇമോഷൻസ് യേശുവിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കാണുന്നത്. ആ ബലഹീനത അവസ്ഥയിൽ യേശു ബലത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ധൈര്യം ലഭിക്കുവാൻ, നമുക്ക് ബലം ലഭിക്കുവാൻ, ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുവാനുള്ള കൃപ ലഭിക്കുവാൻ, ജ്ഞാനം ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അടുത്ത് ഹിസ്കിയാവ് എന്ന ഒരു രാജാവ് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഹിസ്കിയാവ് എന്ന രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. തനിക്ക് സൗഖ്യം വേണം. ഹിസ്കിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഹിസ്കിയാവ് ചെയ്ത അനേക നീതിപ്രവൃത്തികളെ ഹിസ്കിയാവ് എടുത്തു പറയുകയാണ്. കർത്താവേ, ഞാൻ ഇന്ന രീതിയിൽ ജീവിച്ച മനുഷ്യനാണ്, ഇന്ന രീതിയിൽ നിന്നെ ബഹുമാനിച്ച മനുഷ്യനാണ്, എന്നെ സൗഖ്യമാക്കണമേ, എൻ്റെ ആയുസ് നീട്ടി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് എടുത്തു പറയുവാൻ ചില നീതിപ്രവൃത്തികൾ വേണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം അനുസരിച്ച നീതിപ്രവൃത്തികൾ, കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്ത നീതിപ്രവൃത്തികൾ എടുത്തു പറയുവാൻ വേണം. എങ്കിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് മറുപടി തരും. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, 2 രാജാക്കന്മാർ 20-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഡെത്ത് ഷുവറാണ്, മരണം ഉറപ്പാണ്, മരണം മാത്രമേ മുന്നിലുള്ളൂ. രാജാവിനോട് വൈദ്യന്മാർ, ഡോക്ടർമാരെല്ലാം പറഞ്ഞു, നീ മരിച്ചു പോകും, ഇത് രക്ഷിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ആ മരണക്കിടക്കയിൽ നിന്നും രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് ദൈവം വിടുതൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ നീതി പ്രവൃത്തികൾ ദൈവം കണക്കിട്ടത് കൊണ്ട് ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഒരു പ്രവാചകനെ ദൈവം ഹിസ്കിയാവിൻ്റെ അടുക്കൽ അയച്ചു. ദൈവം പറഞ്ഞു, നിന്റെ ആയുസ്സിനോട് 15 വർഷം ഞാൻ നീട്ടിത്തരുകയാണ്. ദൈവത്തിന് ആയുസ് നീട്ടി തരുവാൻ കഴിയും. ദൈവം നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവപുത്രന്മാരായി ദൈവത്തിൻ്റെ മഹത്വത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് കർത്താവ് നമുക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഭൂമിയിൽ കർത്താവ് ഓരോ ദിവസം തന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ പുത്രന്മാരായി ദൈവത്തിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാനാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ് ഈ ഭൂമിയിൽ കർത്താവ് തൻ്റെ മക്കളെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 24-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാം വാക്യം, സങ്കീർത്തനം 24-ന്റെ 9.
வாசல்களே உங்கள் தலைகளை உயர்த்துங்கள், அநாதி கதவுகளே உயருங்கள், മഹിമയിൻ രാജ ഉട്പ്രവേശിപ്പാർ. നോക്കിയേ, നമ്മളെ എല്ലാം കർത്താവ് വിളിക്കുന്ന ഒരു വാക്കുണ്ട്, വാതിലുകളെ. എന്താണ് നമ്മെ വിളിക്കുന്ന വാക്ക്? നിങ്ങളുടെ തലകളെ ഉയർത്തുവൻ. നമ്മളെല്ലാം കർത്താവ് പല വാക്കുകൾ ഉപയോഗിച്ച് വചനത്തിൽ കൂടെ വിളിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവൻ. എന്തിനു വേണ്ടി? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മളാണ് ആ വാതിലുകൾ. നമ്മൾ ആരാണ്? വാതിൽ. നമ്മിൽ കൂടെ ആര് പ്രവേശിക്കണം? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കണം. ആരാണ് മഹത്വത്തിന്റെ രാജാവ്? സൃഷ്ടാവായ ദൈവമാണ് മഹത്വത്തിന്റെ രാജാവ്. സൃഷ്ടികളായ നമ്മിൽ, ദൈവപുത്രന്മാരായ നമ്മിൽ മഹത്വത്തിന്റെ രാജാവായ യേശു നമ്മിൽ വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വചനമനുസരിക്കുന്ന ദൈവമക്കൾ, വചനപ്രകാരം സ്വഭാവത്തിൽ രൂപാന്തരം വന്ന ദൈവത്തിന്റെ മക്കൾ, വചനപ്രകാരം ജീവിതത്തിൽ ചിട്ടയുണ്ടായ ദൈവത്തിന്റെ മക്കൾ, അവരിൽ ക്രിസ്തു വെളിപ്പെടും, അവരിൽ യേശു വെളിപ്പെടും, അവരിൽ മഹത്വത്തിന്റെ രാജാവ് വെളിപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നാം വെളിപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം വെളിപ്പെടുത്തണം. അതിനായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മെ കാണുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുവാൻ, നമ്മോട് ഇടപെടുന്നവർ യേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തേജസ് വർദ്ധിക്കും തോറും ലോകം അത് കാണും. യെശയ്യാവ് 62 പറയുന്നു, നിന്റെ മേൽ യഹോവയുടെ തേജസ് പ്രത്യക്ഷമാകും. തേജസ് പ്രത്യക്ഷമാകട്ടെ. ദൈവത്തിന്റെ തേജസ് തമ്മിൽ വെളിപ്പെടട്ടെ. അതിനായി നമ്മെ വിട്ടുകൊടുക്കാം. മഹത്വത്തിന്റെ രാജാവ് നമ്മിലൂടെ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. യേശു നമ്മിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടാവാം ദൈവം നമ്മിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ട സ്വഭാവമുണ്ടെങ്കിൽ ദൈവം നമ്മിൽ വെളിപ്പെടില്ല. ജഡീക സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മിൽ വെളിപ്പെടില്ല. ഞാൻ ആൾറെഡി ഇടയ്ക്കിടെ പറയാറുണ്ട്, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ തന്നെ വലിയൊരു പങ്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. പരദൂഷണം പറയുന്ന നാവുണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കില്ല. മറ്റുള്ളവരെ പരിഹസിക്കുന്ന നാവുണ്ടെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന നാവുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ദൈവം കൈക്കൊള്ളില്ല. ഒരു വ്യക്തി അയാളുടെ നാവിനെ നിയന്ത്രിച്ചാൽ മാത്രം, നാവിനെ കൺട്രോൾ ചെയ്താൽ മാത്രം 80% പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. ഹല്ലേലൂയ. നാവ് കൊണ്ട് ഒരാളിനെ കുത്തിമുറിവേൽപ്പിക്കുവാനും, നാവ് കൊണ്ട് ഒരാളിനെ അപമാനിക്കുവാനും, പരിഹസിക്കുവാനും, ചതിക്കുവാനും, വഞ്ചിക്കുവാനും, കള്ളത്തരങ്ങൾ ചെയ്യുവാനും നാവ് ഉപയോഗിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികളിൽ ക്രിസ്തു വെളിപ്പെടില്ല, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അങ്ങനെയുള്ളവരുടെ ആരാധന ദൈവം കൈക്കൊള്ളില്ല. അങ്ങനെയുള്ളവർ ഉപവസിച്ചാലും എന്തൊക്കെ ചെയ്താലും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായ ഒരു നന്മകളും അവർ സ്വന്തമാക്കുകയില്ല. ഹല്ലേലൂയ. നാവിലൊരു വിശുദ്ധീകരണം വേണം, ചിന്തയിൽ ഒരു വിശുദ്ധീകരണം വേണം. നമ്മുടെ ചിന്തയിൽ പോലും ഒരു ദേഷ്യം ഒരു വ്യക്തിയോട് ഉണ്ടാകുവാൻ പാടില്ല. ഒരു വ്യക്തിയോടൊരു കയ്പ്, പക, പിണക്കം, വെറുപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞു വരില്ല. ആരെക്കുറിച്ചെങ്കിലും വെറുപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആരോടെങ്കിലും കയ്പ്, പക, ദേഷ്യം, കോപം, ക്രോധം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ ആരാധനകൾ ദൈവത്തിന് പ്രസാദമാകില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു അശുദ്ധിയാണ്. ആ അശുദ്ധി മാറിയെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. ആ അശുദ്ധി മാറിയെങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്ന മക്കൾ, ആരാധിക്കുന്ന മക്കൾ അശുദ്ധരായിരിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമില്ല. എല്ലാ അശുദ്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. നാവിനെ നിയന്ത്രിക്കണം. ചിലരുടെ നാവ് കാരണം വീട്ടിൽ തന്നെ സമാധാനം ഉണ്ടാകില്ല. ചില ഭാര്യമാരുടെ നാവ് കാരണം ഭർത്താക്കന്മാർക്ക് സ്വസ്ഥത കാണില്ല. ചില ഭർത്താക്കന്മാരുടെ നാവ് കാരണം വീട്ടിൽ മൊത്തത്തിൽ സമാധാനം കാണില്ല. ചിലരുടെ നാവ് ഹൈലി പ്രോബ്ലമാറ്റിക് ആണ്. എന്നാൽ ഇങ്ങനെയുള്ള നാവ് കൊണ്ട്
ദൈവത്തിന്റെ നന്മ സ്വന്തമാക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചിട്ട് സ്തുതിച്ചിട്ട് നമ്മുടെ നാവ് പ്രശ്നമുണ്ടാക്കുന്ന, അസമാധാനമുണ്ടാക്കുന്ന, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന നാവാണെങ്കിൽ ഈ നാവ് കൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഈ നാവുള്ളവരുടെ ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ദൈവികമായ നന്മകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളും വളരെ സൂക്ഷ്മതയോടുകൂടെ, സ്നേഹമുള്ള വാക്കുകൾ, ദയയുള്ള വാക്കുകൾ, കരുതലുള്ള വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ചിലർ വായി തുറന്നാൽ സമാധാനം ഉണ്ടാകും, ചിലർ വായി തുറന്നാൽ ഉള്ള സമാധാനം പോകും. നമ്മൾ എങ്ങനെയുള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു? സമാധാനം ഉണ്ടാക്കുന്നവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തൻ്റെ അഭിഷേകത്തെ തന്നതിനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിൽ കർത്താവ് പറയുന്നു, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 61:1. വീണ്ടും പറയുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. എന്തിനാണ് കർത്താവ് നമുക്ക് അഭിഷേകം തന്നത്? ഹൃദയം തകർന്നവർക്ക് മുറിവ് കെട്ടുവാൻ. ഒരാൾ വേദനിച്ച് തകർന്ന അവസ്ഥയിലിരിക്കുകയാണെങ്കിൽ നമ്മോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിന് ഒരാശ്വാസം നമ്മുടെ വായിൽ നിന്നും ലഭിക്കണം. ഹല്ലേലൂയ. തകർന്നിരിക്കുന്നവനെ വീണ്ടും തകർക്കുവാൻ നോക്കിയാൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് നല്ല ഗുണമല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സമാധാനമുണ്ടാക്കുവാൻ, കലക്കമുണ്ടാക്കുവാനല്ല, സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാനല്ല, സന്തോഷമുണ്ടാക്കുവാൻ, സമാധാനമുണ്ടാക്കുവാൻ കർത്താവ് തൻ്റെ മക്കളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നവർ നിങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിൽ വെളിപ്പെടില്ല. ഹല്ലേലൂയ. നാവ് കൊണ്ട് ശല്യമുണ്ടാക്കുന്നവർ പരദൂഷണം പറയുന്നു, പരിഹസിക്കുന്നു, തരം താഴ്ത്തുന്നു, കുറ്റം പറയുന്നു, മുറുമുറുക്കുന്നു, പിറുപിറുക്കുന്നു, വെറുപ്പിൻ്റെ വാക്കുകൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളിൽ വർദ്ധിക്കില്ല. ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന തേജസ് പോലും നാവ് നേരെ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ തേജസ് നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും, കൃപ നഷ്ടപ്പെട്ടു പോകും, പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു പോകും. ദൈവം തൻ്റെ ദൂതന്മാരെ നമുക്ക് കാവലായി തരും. എന്നാൽ നമ്മുടെ കയ്യിലിരിപ്പ് നന്നായില്ല എങ്കിൽ, നാവിനെ നന്നായി ഉപയോഗിച്ചില്ല എങ്കിൽ, കണ്ണിനെ നന്നായി ഉപയോഗിച്ചില്ല എങ്കിൽ, ചിന്തകളിൽ ഒരു വിശുദ്ധിയില്ല എങ്കിൽ ദൈവം തരുന്ന നന്മകളൊന്നും നിലനിൽക്കില്ല, എല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മെ വിശുദ്ധിയായി നാം കാത്തു സൂക്ഷിച്ചാൽ, ചിന്തയിൽ, വാക്കിൽ, നോട്ടത്തിൽ, പ്രവൃത്തിയിൽ, ജീവിതത്തിൽ നമ്മെ വിശുദ്ധമായി നാം കാത്തു സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ സഹായം ധാരാളമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വർദ്ധിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വർദ്ധിക്കട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ വർദ്ധിക്കട്ടെ. നാം ലോകത്തിൻ്റെ മക്കളല്ല, ദൈവപുത്രന്മാർ. ദാസ്യത്വത്തിൻ്റെ ആത്മാവ് നമുക്കില്ല, ദൈവപുത്രന്മാർ. ഹല്ലേലൂയ. പുത്രന്മാരായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. കർത്താവിനെ കൈക്കൊണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അടിമകളല്ല, ദാസന്മാരല്ല, മക്കൾ. മക്കളെങ്കിൽ അവകാശികൾ. എന്തിനുള്ള അവകാശം? സ്വർഗീയമായ എല്ലാ നന്മകൾക്കും ദൈവമക്കൾക്ക് അവകാശമുണ്ട്. ദൈവദൂതന്മാരുടെ കാവലും പരിപാലനവും ദൈവപുത്രന്മാർക്ക് ലഭിക്കും. ദൈവികമായ സഹായങ്ങൾ ദൈവപുത്രന്മാർക്ക് ലഭിക്കും. ദൈവികമായ വാഗ്ദത്തങ്ങൾ ദൈവപുത്രന്മാർക്ക് ലഭിക്കും. തിരുവചനത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവപുത്രന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സ്വന്തമാക്കണമെങ്കിൽ ദൈവപുത്രന്മാരായി രൂപാന്തരം പ്രാപിച്ചു വന്നുകൊണ്ടേയിരിക്കണം. വചനത്താൽ നമുക്കൊരു വിശുദ്ധീകരണം ഉണ്ടാകും, വചനത്താൽ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകും, വചനത്താൽ നമ്മുടെ സ്വഭാവത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകും, വചനത്താൽ നമ്മുടെ സംസാരത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകും. നമ്മെ നാം വിശുദ്ധീകരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വർദ്ധിക്കും, ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മെ വിശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവം കേൾക്കും. അശുദ്ധിയിൽ ജീവിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഹല്ലേലൂയ. ഞാൻ വളരെ സിമ്പിളായി പറയാം. ആരോടായാലും, ഏത് വ്യക്തിയും ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും വ്യക്തികളോട് ഒരു വെറുപ്പുള്ളിലുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളെ ഉപദ്രവിച്ചവരായിരിക്കാം, നിങ്ങളെ നശിപ്പിച്ചവരായിരിക്കാം,
നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്തവരായിരിക്കാം, അവരോട് പോലും ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കണം. വെറുപ്പ് മാറ്റിയാൽ മതി. വെറുപ്പുള്ളിൽ കൊണ്ട് നടക്കരുത്. അവൻ എന്നെ നശിപ്പിച്ചു, അവൻ എന്നെ ഉപദ്രവിച്ചു, അവൻ കാരണം എനിക്ക് നഷ്ടങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, അനേകം നാശങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ ആ വ്യക്തിയോടൊരു വെറുപ്പ് ദൈവമക്കൾക്കുണ്ടാകരുത്, ദൈവപുത്രന്മാർക്കുണ്ടാകരുത്. വെറുപ്പ് ഉള്ളിലുണ്ടെങ്കിൽ ആരാധന ദൈവം കൈക്കൊള്ളില്ല, സ്തുതി സ്തോത്രങ്ങൾ കർത്താവ് കൈക്കൊള്ളില്ല, പ്രാർത്ഥനകൾ ദൈവം കേൾക്കില്ല. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ ആരാധിക്കരുത്, പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തേജസ് വെളിപ്പെടണമെങ്കിൽ ശുദ്ധീകരണം വേണം. സംസാരത്തിൽ, ചിന്തയിൽ, സ്വഭാവത്തിൽ, വചനപ്രകാരം ഒരു വിശുദ്ധീകരണം ഇല്ലെങ്കിൽ തേജസ് വെളിപ്പെടില്ല. ദൈവത്തിൻ്റെ ഒരു വാതിലായി സൈന്യങ്ങളുടെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന, മഹത്വത്തിന്റെ രാജാവിനെ പ്രവേശിപ്പിക്കുന്ന ഒരു വാതിലായി വെളിപ്പെടണമെങ്കിൽ വിശുദ്ധീകരണം വേണം. ഹല്ലേലൂയ. ഓക്കെ, നോക്കിക്കോളൂ. നമ്മുടെ പ്രാർത്ഥനകൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കില്ല. ക്ഷമയ്ക്കായുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ വചനമനുസരിച്ചിട്ട് നമ്മുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. ഹല്ലേലൂയ. ഒരിക്കൽ ഇസഹാക്കിന്റെ ഭാര്യ കുഞ്ഞുങ്ങളില്ല എന്നുള്ള സിറ്റുവേഷനിൽ വളരെ ഭാരത്തിൽ, പ്രയാസത്തിലായിരുന്നു. വചനം പറയുന്നു, ഇസഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾ അമ്മയപ്പന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളുടെ അടുത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ വളർത്തുന്ന, നിങ്ങളെ കെയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് നിങ്ങൾക്ക് പലതരത്തിലുള്ള വെറുപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ അവർ ആരാധിക്കുന്നവരായിരിക്കില്ല, നിങ്ങളെപ്പോലെ മെച്യൂരിറ്റി ഉണ്ടാകില്ല, നിങ്ങളെപ്പോലെ വിശുദ്ധീകരണമോ സമർപ്പണമോ മാനസാന്തരമോ ഉണ്ടാകില്ല. പക്ഷേ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ട് നിൽക്കുന്ന ആ വ്യക്തികളിൽ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ, വിശുദ്ധീകരണം ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുവാൻ, ദൈവിക നന്മകൾ അവരിലേക്ക് വരുവാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം? നിങ്ങളെ ആത്മീകമായി നടത്തുന്ന നിങ്ങളുടെ ഇടയന് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെല്ലാം സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥനകളാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. ഓക്കെ, ഒരിക്കൽ ഞാൻ സുനിൽ ബേറിനെ നോക്കി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. ആ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ബേർ പ്രാർത്ഥനയോടുകൂടെ ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞു. ബേർ അത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർമ്മയുണ്ടല്ലേ? ഞാൻ ചോദിച്ചു, ബേർ എന്തിനൊക്കെ വേണ്ടിയാ ഞാൻ ബേർ പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രാർത്ഥനയാണ്. ഞാൻ ചോദിച്ചു, ബേർ എന്തിനു വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബേർ കിടക്കുകയാണ്, പക്ഷെ ബേർ അവിടെ നിന്ന് എന്തിനു പ്രാർത്ഥിക്കുന്നു? ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ബേറിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ആ രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചോട്ടെ. ഓക്കെ, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേദപുസ്തകത്തിൽ ഏതൊരു ഭാഗത്ത് നിങ്ങൾ നോക്കിക്കോളൂ, അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആശീർവാദത്തെ അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരുന്നു. പ്രാർത്ഥനയിൽ മറുപടി ലഭിക്കുമെന്ന് വിശ്വാസമുള്ളവർ അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ലൈഫിൽ ബ്ലെസ്സിങ് ഉണ്ടാകും. ഒരു കുരുടൻ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു, കർത്താവേ കരുണയുണ്ടാകണമേ, അവന് വേണ്ടി യാചിക്കുകയാണ്. കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു, കർത്താവേ കരുണയുണ്ടാകണമേ, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
കനാന്യ സ്ത്രീ അവളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ്. എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം അതികഠിനമായിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സ്വയം അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല. നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മുടെ സ്പിരിച്വൽ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മീക കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേശത്തിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യത്തിലെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാം പ്രാർത്ഥിക്കുവാൻ വചനം നമ്മെ നിർദ്ദേശിക്കുകയാണ്. ഈ വിഷയങ്ങൾക്ക് ഉള്ള ദൈവകരങ്ങൾ കൊടുക്കണം. പാർലമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാർലമെന്റിൽ ദുഷ്ട നിയമങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. നിയമനിർമ്മാണ സഭകളിൽ ദുഷ്ട നിയമങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അനീതിയുടെ നിയമങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. ബാർബേറിയൻ ലോസ് ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകണം. പാർലമെന്റിൽ ദൈവത്തിന്റെ ഒരു നിയന്ത്രണം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ജനം നിയമനിർമ്മാണ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഒരു പാർഷ്യാലിറ്റി ഉണ്ടാകാതെ അവിടെ ഒരു നീതി നടപ്പിലാക്കുവാൻ വേണ്ടി ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്ന അതിന്റെ ഉദ്യോഗസ്ഥരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകുവാൻ ജുഡീഷ്യറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിലുള്ള പ്രധാന കീ പോയിന്റ്സിലിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വചനം നമ്മെ നയിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എക്സിക്യൂട്ടീവ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനീതി മാറുവാൻ, അഴിമതികൾ മാറുവാൻ, അന്യായങ്ങൾ മാറുവാൻ, നീതി ഉണ്ടാകുവാൻ, നീതി രാജ്യത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം സൗഖ്യത്തിന് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന പ്രൊട്ടക്ഷന് വേണ്ടി, വിശാലതയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ വായി തുറക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എൻ്റെ വായിൽ നൽകപ്പെടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ വചനം കേൾക്കുവാൻ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ പാസ്റ്ററിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പാസ്റ്ററിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓരോ കൂട്ടായ്മയിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ ഈ ആരാധനയെ അങ്ങ് തന്നെ നയിക്കണമേ, അനുഗ്രഹിക്കപ്പെട്ടൊരു ആരാധന ഞങ്ങൾക്ക് തരണമേ എന്ന് നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്പിരിച്വൽ ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ഏരിയയിലും വലിയ രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൽപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സ്പിരിച്വലി ഒന്ന് റിവൈവ്ഡ് ആകാൻ വേണ്ടിയിട്ട്, ആത്മീകമായി ബലപ്പെടുവാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ സ്പിരിച്വലി മാത്രമല്ല, നമ്മുടെ മൈൻഡിൽ അനാവശ്യമായിട്ടുള്ള ഭാരങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാരത്തെ കർത്താവ് മാറ്റും. അസമാധാനത്തിൽ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അസമാധാനത്തെ കർത്താവ് മാറ്റും. ശരീരത്തിൽ ബലഹീനതയോടെ ഇരിക്കുകയാണെങ്കിൽ ആ ബലഹീനതകളെ കർത്താവ് മാറ്റും. കാരണം കർത്താവിൻ്റെ നാമത്തിൽ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടും. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, തേജസ് വെളിപ്പെടുമ്പോൾ വലിയ മാറ്റങ്ങൾ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിൽ മുഴുവനും സ്വർഗം അയച്ചു തരും. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശക്തി വെളിപ്പെടുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. അത് വിശ്വസിച്ചുകൊണ്ട് ആരാധിപ്പീൻ. ഓരോ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങൾ വിശ്വസിപ്പീൻ, ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് വിശ്വസിക്കുവിൻ. കാരണം ഈ അവസരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ വരികയാണ്. ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വർദ്ധിക്കുകയാണ്. തേജസ് വർദ്ധിക്കും തോറും സഹായങ്ങൾ കൂടും. ഹല്ലേലൂയ. അവിശ്വാസത്തോടെ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നവർ ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിക്കില്ല. അളക്കുവാനിരിക്കുന്നവർ ഒന്നും പ്രാപിക്കില്ല. വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിൽ നിന്നും ഒന്നും പ്രാപിക്കില്ല. വിശ്വസിച്ച് വചനങ്ങളെ ഏറ്റെടുക്കുന്നവർ, അനുസരിക്കുന്നവർ ദൈവത്തിന്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കും. ഈ വിശ്വാസം മനസ്സിൽ വെറുതെ കൊണ്ട് നടക്കേണ്ടുന്ന വിശ്വാസമല്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അത് വാലിഡ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ലോകമക്കളെല്ലാം പലതരത്തിലുള്ള വിശ്വാസങ്ങളെ ചൂണ്ടിക്കാട്ടി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, അസ്ഥാനത്തുള്ള വിശ്വാസങ്ങളിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല. അസ്ഥാനത്തിലുള്ള വിശ്വാസം നമ്മെ ചതിക്കും. അസ്ഥാനത്തുള്ള വിശ്വാസം നമ്മെ വഞ്ചിക്കും. വിശ്വസിക്കേണ്ടടുത്ത് വിശ്വസിച്ചാൽ, വിശ്വസിക്കേണ്ടതിനെ വിശ്വസിച്ചാൽ, ആ വിശ്വാസത്തിൽ വിശ്വസിക്കേണ്ടും പോലെ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. കള്ളനെ വിശ്വസിച്ചാൽ വഞ്ചിക്കപ്പെടും. നീതിമാനെ വിശ്വസിച്ചാൽ
നീതിയും ന്യായവും ഉണ്ടാകും. സാത്താൻ കള്ളനാണ്. കള്ളത്തരങ്ങൾ, അതിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ആ വിശ്വാസം നമ്മെ രക്ഷിക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ ഏതെങ്കിലും വിശ്വാസം പോരാ. ഈ വിശ്വാസം വെറുതെ കൊണ്ടു നടക്കുവാനല്ല. നമ്മൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഫെയ്ത്തിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ജീവിതത്തിൽ നമ്മൾ അതിനെ പ്രയോഗിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മരുന്നിൻ്റെയും വൈദ്യൻ്റെയും അടിമത്തത്തിൽ നിന്നും, ശാരീരിക ബലഹീനതകളുടെ അടിമത്തത്തിൽ നിന്നും ദൈവമക്കൾക്ക് പുറത്തു വരുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഞാൻ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ എൻ്റെ ഷുഗർ മാറിപ്പോകും, എൻ്റെ ഡയബറ്റീസ് മാറിപ്പോകും, എൻ്റെ കൊളസ്ട്രോൾ മാറിപ്പോകും. ശരീരത്തിലെ ബലഹീനതകളെ കർത്താവ് മാറ്റിത്തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ, വിശ്വസിച്ചുകൊണ്ട് വചനങ്ങളെ അനുസരിച്ചാൽ ആ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് വെറുതെ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നില്ല. കർത്താവിന്റെ പാദം മഹത്വമുള്ള സ്ഥലം, കർത്താവിന്റെ സന്നിധി മഹത്വമുള്ള സ്ഥലം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെ. സ്തുതിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും, പ്രാർത്ഥിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും, ആരാധിക്കുമ്പോൾ തേജസ് വർദ്ധിക്കും, കൂട്ടായ്മയ്ക്കായി സമയങ്ങൾ മാറ്റിവെക്കുമ്പോൾ തേജസ് വർദ്ധിക്കും, കൃപ പെരുകും, ദൈവിക സഹായങ്ങൾ വർദ്ധിക്കും. എത്രത്തോളം നമ്മെ സമർപ്പിച്ച് ദൈവകാര്യങ്ങളിൽ ഡെഡിക്കേറ്റഡായി നമ്മെ കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുന്നു, ഒരു ഹല്ലേലൂയ പറയുന്നു, ഒരു സ്തോത്രം പറയുന്നു, അപ്പോഴെല്ലാം വിശ്വസിക്കുവിൻ, ഞാൻ സ്തുതിക്കും തോറും, ഞാൻ സ്തോത്രം ചെയ്യും തോറും, ഞാൻ ദൈവത്തിന് നന്ദി പറയും തോറും, ഞാൻ ദൈവത്തെ ആരാധിക്കും തോറും ദൈവത്തിന്റെ തേജസ്സും ശക്തിയും എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുകയാണെന്ന് വിശ്വസിക്കുവിൻ. വചനം അത് തന്നെ പറയുന്നു. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മിൽ ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കുവാൻ, ദൈവ സാന്നിധ്യം വർദ്ധിക്കുവാൻ, ദൈവത്തിന്റെ തേജസ് വർദ്ധിക്കുവാനായി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. വിശ്വസിക്കുവിൻ. തേജസ് വർദ്ധിക്കുമ്പോൾ അവസ്ഥ മാറും, തേജസ് വർദ്ധിക്കുമ്പോൾ രോഗം മാറും, തേജസ് വർദ്ധിക്കുമ്പോൾ ബലഹീനത മാറും, തേജസ് വർദ്ധിക്കുമ്പോൾ മരുന്നും വൈദ്യനും മാറിപ്പോകും, തേജസ് വർദ്ധിക്കുമ്പോൾ പ്രതികൂലങ്ങൾ മാറിപ്പോകും, തേജസ് വർദ്ധിക്കുമ്പോൾ ശത്രുവിന്റെ വെല്ലുവിളികൾ മാറിപ്പോകും, തേജസ് വർദ്ധിക്കുമ്പോൾ എതിരായി വരുന്ന ശത്രുക്കളെ കർത്താവ് കൈകാര്യം ചെയ്യും, തേജസ് വർദ്ധിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ മേൽ കർത്താവ് ജയത തരും, തേജസ് വർദ്ധിക്കുമ്പോൾ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരും, തേജസ് വർദ്ധിക്കുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരും, തേജസ് വർദ്ധിക്കുമ്പോൾ അത്ഭുതങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുവിൻ. നമ്മൾ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ ഈ കാര്യങ്ങളെ വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. ഈ കഷ്ടതകൾ നിങ്ങളുടെ മൈൻഡിനെ ബാധിക്കാതെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഒരാൾ ചീത്ത പറഞ്ഞു, മനസ്സ് ബാധിക്കരുത്. ഒരാൾ മോശമായി സംസാരിച്ചു, മനസ്സ് വേദനിക്കരുത്. ഒരാൾ ദുഷിച്ചു, അപമാനിച്ചു, മനസ്സ് വേദനിക്കരുത്. നിങ്ങളുടെ മനസ്സ് ബാധിച്ചാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ആരാധിക്കാൻ പറ്റില്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ തേജസ് എന്നിൽ വർദ്ധിക്കണം, ദൈവത്തിന്റെ കൃപ എന്നിൽ വർദ്ധിക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ വർദ്ധിക്കണം. ഈ എൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ ഒന്നും ഞാൻ വലുതായി കാണുന്നില്ല. ഇതെൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുവാൻ പാടില്ല, ഇതെൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ പാടില്ല, ഇതെന്നെ ദുഃഖിപ്പിക്കുവാൻ പാടില്ല, ഇതെന്നെ ഡിപ്രഷൻ ആക്കുവാൻ പാടില്ല, ഇതെന്നെ തളർത്തുവാൻ പാടില്ല. ഞാൻ ബലത്തോടുകൂടെ നിന്ന് കർത്താവിനെ സ്തുതിക്കുവാനായി കർത്താവ് എന്നെ വെച്ചിരിക്കുമെന്ന് വിശ്വസിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യത്തിനും നമ്മളെ വിഷമിപ്പിക്കുവാൻ, ദുഃഖിപ്പിക്കുവാൻ, മുറിവേൽപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ള പൊസിഷനിൽ നിങ്ങൾ വളർന്നു വരണം. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിനെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പറ്റുമോ? നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറയുകയാണ്,
എല്ലാ കള്ളത്തരങ്ങളും പറയുകയാണ്. ടെൻഷൻ അടിക്കോ, വിഷമിക്കോ, തളർന്നു പോകോ, ആത്മഹത്യ ചെയ്യോ, അതെല്ലാം കേട്ട് ഒരു കുലുക്കവുമില്ലാതെ കലങ്ങാതെ നിൽക്കോ. എന്ത് ചെയ്യും? ചില ആളുകളുണ്ട്, അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കും. ഉടനെ ആത്മഹത്യയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ ഉടനെ അതിനെ വെച്ച് ടെൻഷൻ അടിച്ച്, അതിനെ വെച്ച് വിചാരപ്പെട്ട്, അതിനെ വെച്ച് കലങ്ങി, അതിനെ തന്നെ മനസ്സിൽ ഭാരമായി കൊണ്ട് നടന്ന് തളർന്നിരിക്കുന്ന അനുഭവം ദൈവപുത്രന്മാർക്കുണ്ടാകരുത്. നിങ്ങൾ അതിനെല്ലാം ജയിക്കണം. അതെല്ലാം ലോകത്തിലെ വേസ്റ്റായി തള്ളണം. ലോകത്തിലെ ചപ്പും ചവറുമായി അതിനെ തള്ളണം. ഇതൊന്നും നമ്മുടെ ഹൃദയത്തെ ബാധിക്കേണ്ടതില്ല. ഹല്ലേലൂയ. എന്തു പറയുന്നു? റെഡിയാണോ? റെഡിയാണോ? ഇന്ന് ആരാധന കഴിഞ്ഞു പോകുമ്പോൾ തന്നെ കുറേ ആളുകൾ നിങ്ങൾക്കെതിരെ പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഇട്ട് പൊളിക്കരുത് ഇതിനെയൊന്നും. ഒരു വചനം കേട്ടിട്ട് പോകുമ്പോൾ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ദൈവം തരും. നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ആയിരിക്കും കണ്ടക്ടർ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ കൺട്രോൾ വിടും. കേട്ട വചനം എല്ലാം മറന്നുപോകും. അങ്ങനെ വരരുത്. കണ്ടക്ടർ ടെൻഷൻ അടിച്ചോട്ടെ, അത് കണ്ടക്ടറിൻ്റെ അത് എന്തോ മെൻ്റൽ പ്രശ്നമുള്ള കണ്ടക്ടർ എന്ന് വിചാരിച്ചാൽ മതി. അനാവശ്യമായി ടെൻഷൻ അടിക്കുന്ന കണ്ടക്ടർ, അനാവശ്യമായി ബഹളം വയ്ക്കുന്ന കണ്ടക്ടർ, അനാവശ്യമായി ദേഷ്യപ്പെടുന്ന മനുഷ്യൻ, എന്തെങ്കിലും ഒരു രോഗിയായ മനുഷ്യൻ എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ഭയങ്കരമായി ടെൻഷൻ കാണിക്കുന്നു, ഭയങ്കരമായി കോപം കാണിക്കുന്നു, ഭയങ്കരമായി വയലൻ്റ് ആകുന്നു, നിങ്ങൾ അവരെ ഒരു രോഗിയായിട്ട് കണ്ടാൽ മതി. എന്തായിട്ട് കാണണം? എന്ത് രോഗി? മാനസിക രോഗി. എന്ത് രോഗി? സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കിയേ, അവർ രോഗി എന്ന് തന്നെ പറയും. എന്താണ് പ്രശ്നം? എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടെൻഷനാണ്, മെൻ്റൽ പേഷ്യൻ്റാണ്. പക്ഷെ വചനം കേട്ടാൽ ഹീലിംഗ് ഉണ്ടാകും, വചനം ഏറ്റെടുത്താൽ സൗഖ്യമുണ്ടാകും. ഹല്ലേലൂയ. ദൈവമക്കൾ കോപിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. ഈവൻ കർത്താവ് പഴയ നിയമത്തിൽ ഒരു സഹായം ചെയ്തിട്ടുണ്ട്. കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അസ്തമിക്കുന്നതിന് മുമ്പ് കോപം മാറ്റിക്കൊള്ളണം എന്നുള്ളതാണ് പഴയ നിയമത്തിലെ കർത്താവിൻ്റെ ഉപദേശം. എന്നാൽ പുതിയ നിയമത്തിൽ അതിലൊരു മാറ്റമുണ്ട്. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ വചനം പറയുന്നു, സ്നേഹമുണ്ടെങ്കിൽ 5-ാം വാക്യത്തിൽ സ്നേഹമുണ്ടെങ്കിൽ എന്തു ചെയ്യില്ല? ദേഷ്യപ്പെടില്ല. സ്നേഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? അടുത്ത് എഴുതു പറഞ്ഞേ, സ്നേഹമുണ്ടെങ്കിൽ ദേഷ്യപ്പെടില്ല. ഒന്നുകൂടെ പറഞ്ഞ, സ്നേഹമുണ്ടെങ്കിൽ ദേഷ്യപ്പെടില്ല. ചില ആളുകൾ പറയും എനിക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോപത്തിൽ തന്നെ എല്ലാ ആളുകളുടെടുത്തും പെരുമാറും. യഥാർത്ഥത്തിൽ സ്നേഹം ഇല്ലാത്തതുകൊണ്ടിട്ടാണ്. വാ കൊണ്ട് മാത്രം പറയും സ്നേഹമുണ്ടെന്ന്, അത് പ്രവൃത്തിയിൽ കാണിക്കണം, ജീവിതത്തിൽ കാണിക്കണം. ഈ ടെൻഷൻ അടിക്കുന്ന രോഗികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കണം. കൺട്രോൾ ഇല്ലാത്ത കോപമുള്ള രോഗികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കണം. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗം മാത്രമല്ല, മനസ്സിൻ്റെ രോഗവും വചനത്താൽ സൗഖ്യമാകും. മനസ്സിൻ്റെ രോഗവും ദൈവത്തിൻ്റെ ശക്തിയാൽ സൗഖ്യമാകും. ചിലർ അനാവശ്യമായി വയലൻ്റ് ആകുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ചിലർ അനാവശ്യമായി വയലൻ്റ് ആകുന്നത് അത് അവരുടെ മേൽ ചില പൈശാചിക ബാധ ഉള്ളത് കൊണ്ടും കൂടെയാണ്. ആ ശക്തിക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്. ചില ദുഷ്ടശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നാൽ ആ വ്യക്തികൾ സമാധാനമായി സംസാരിക്കില്ല, ആ വ്യക്തികൾ ശാന്തമായി സംസാരിക്കില്ല, ആ വ്യക്തികൾ എല്ലാറ്റിനും ശക്തമായി കോപിക്കും, വയലൻ്റ് ആകും, ദേഷ്യപ്പെടും. ആർക്കും അടുക്കാൻ പറ്റില്ല, വീട്ടിലുള്ളവർക്കും അടുക്കാൻ പറ്റില്ല, നാട്ടിലുള്ളവർക്കും അടുക്കാൻ പറ്റില്ല. ഇത് പിശാച് ബാധിച്ച മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ മെന്റൽ പേഷ്യൻ്റ് ആണ്, ഇല്ലെങ്കിൽ പിശാച് ബാധിച്ച മനുഷ്യരാണ്. ദൈവത്തിന്റെ പുത്രന്മാർ അങ്ങനെയാകരുത്. ദൈവത്തിന്റെ തേജസ് നിങ്ങളിൽ വെളിപ്പെടില്ല. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടണമെങ്കിൽ യേശുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ വെളിപ്പെടണം. ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ വെളിപ്പെട്ടാൽ തേജസ് നിങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഓക്കെ, ചില ഏരിയാസ് മാത്രമാണ് ഞാൻ ടച്ച് ചെയ്തിരിക്കുന്നത്. തേജസ് വെളിപ്പെടണം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാം വാക്യം കൂടെ വായിക്കണ്ട, ഞാൻ വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി എന്താ? സൃഷ്ടി നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം സൃഷ്ടികളാണ്. ദൈവപുത്രന്മാർ ആരാണ്?
ആരാണ്? ഇവിടെ ഉണ്ടോ ദൈവപുത്രന്മാർ? ദൈവപുത്രന്മാർ ഒന്ന് നോക്കട്ടെ. ഓക്കെ. വചനം ഏറ്റെടുത്ത ദൈവപുത്രന്മാർ, നിങ്ങളുടെ വെളിപ്പാടിനെ സൃഷ്ടി വെയിറ്റിംഗ് ആണ്. ആകാശം വെയിറ്റ് ചെയ്യുന്നു, ഭൂമി വെയിറ്റ് ചെയ്യുന്നു, ഓരോ ജീവജാലങ്ങളും വെയിറ്റ് ചെയ്യുന്നു. ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരുമ്പോൾ അവർക്ക് സേവനം കൊടുക്കുവാൻ, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാൻ, അവർക്ക് സർവീസ് കൊടുക്കുവാൻ സൃഷ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് വചനം പറയുന്നത്. തേജസ് ദൈവമക്കളിൽ വർദ്ധിക്കുമ്പോൾ ക്ലൈമറ്റിൽ മാറ്റമുണ്ടാകും. നമുക്ക് സഹിക്കാനാവാത്ത ക്ലൈമറ്റ് ആണോ ദേശത്തിലുള്ളത്? നീതിമാന്മാരായ ദൈവപുത്രന്മാർ ദേശത്തിൽ വർദ്ധിക്കുമ്പോൾ ക്ലൈമറ്റ് മൈൽഡ് ക്ലൈമറ്റായി ദൈവം ക്ലൈമറ്റിനെ പോലും മാറ്റിത്തരുമെന്ന് വിശ്വസിപ്പൻ. ഭരണ സംവിധാനങ്ങളെ കർത്താവ് മാറ്റും. നീതിമാന്മാർ എഴുന്നേറ്റാൽ, വചനം ഏറ്റെടുക്കുന്ന ദൈവശക്തിയുള്ള ദൈവമക്കൾ എഴുന്നേറ്റാൽ ഭരണ സംവിധാനങ്ങളെ കർത്താവ് മാറ്റും. അനീതിയുടെ ഭരണങ്ങളെ കർത്താവ് തകർത്തുകളയും, നീതിയുള്ള ഭരണങ്ങളെ കർത്താവ് കൊണ്ടുവരും. സ്തുതിക്കുന്ന ദൈവശക്തിയുള്ള, ദൈവമഹത്വമുള്ള, ദൈവ തേജസ്സുള്ള ദൈവത്തിന്റെ മക്കൾ എഴുന്നേറ്റാൽ എല്ലാ ഏരിയാസിലും ഒരു മാറ്റമുണ്ടാകും. വിശ്വസിപ്പൻ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ, നമ്മുടെ മൈൻഡിൽ ഒരു മാറ്റം വരട്ടെ. യേശു ഉള്ള, പരിശുദ്ധാത്മാവിനെ ചുമക്കുന്ന, ദൈവ സാന്നിധ്യമുള്ള ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വരാം. നമ്മിലൊരു ദൈവപുത്രൻ വെളിപ്പെട്ട് വരുവാനുണ്ട്. സൃഷ്ടികളെല്ലാം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, അതായത് സൃഷ്ടി, ഞാനൊരു നായുടെ എക്സാമ്പിൾ പറഞ്ഞു, പട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. പട്ടി പോലും എന്ത് ചെയ്യില്ല? കടിക്കില്ല. എപ്പോ കടിക്കില്ല? തേജസ് കൂടുതൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ. വിശ്വാസമുണ്ടോ? പ്രവൃത്തിയിൽ കാണിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ലൈഫിൽ അത് വെളിപ്പെടണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, തേജസ് നമ്മുടെ മേലുണ്ടെങ്കിൽ പട്ടിയല്ല കൊതുക് പോലും കടിക്കില്ല എന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ള ദൈവത്തിന്റെ മക്കൾ എഴുന്നേൽക്കണം. ഞാൻ ആ പ്രസംഗിച്ച ഉടനെ ഒരു മകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ ആനിയുണ്ടോ? വന്നിട്ടില്ലേ? പോയോ? ഓക്കെ. ആനി എറണാകുളത്ത് നിന്ന്, അവിടെ ഒരു എക്സ്പീരിയൻസ്. അവൾ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ മസ്കിറ്റോസിന്റെ ശല്യം, കൊതുകിന്റെ ശല്യം. അങ്ങനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ഓടി റൂമിലോട്ട് പോയി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചതിന് ശേഷം വന്ന് പറഞ്ഞ അനുഭവമാണ്. ഓടി റൂമിലോട്ട് പോയി ഒരു ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, കൊതു ഒന്നും കടിക്കാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ കൊതുകെല്ലാം ധാരാളം കറങ്ങുന്നുണ്ട്, പക്ഷെ ശരീരത്തിൽ ഒന്നും ടച്ച് ചെയ്തിരുന്നില്ല, ശരീരത്തിലൊന്നും തൊടുന്നില്ല. ഞാനത് വെറുതെ പറയുന്നതല്ല, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു പട്ടി പോലും കടിക്കില്ല, അതിനുള്ള എക്സാമ്പിളും ഞാൻ പറഞ്ഞു. ശരിയല്ലേ? ചാങ്കയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസ്. ചാങ്കയിലുള്ള സിസ്റ്റർ അവിടെ വലിയ റോഡ് വീലർ പട്ടി, പോലീസ് പട്ടി പോലുള്ള ഒരു പട്ടിയെ വീട്ടിൽ വളർത്തിയിട്ടിരിക്കുകയാണ്. ആദ്യമേ പറഞ്ഞു പട്ടി പുറത്ത് വന്നാൽ നമ്മളെല്ലാം കടിച്ച് പിച്ചു കളയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പട്ടിയെ തുറന്നു വിട്ടു. ആ പട്ടി വന്ന് എന്ത് ചെയ്തു? വന്ന് രണ്ട് കൈയും മുന്നോട്ട് വെച്ച് നമ്മളെ നമസ്കാരം പറയുന്ന പോലെ, അല്ലെങ്കിൽ സറണ്ടർ ആയിരിക്കുന്നത് പോലെ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിരുന്നു. ആ അമ്മച്ചി സാക്ഷിയാണ്. വേറെ വന്നില്ലേ? ബ്രദർ അവിടെ? ബ്രദർ വന്നില്ലേ? ഉണ്ടോ? ഓക്കെ, ശരി. സി, ഈ രീതിയിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ നിസ്സാരപ്പെട്ട എക്സാമ്പിൾസ് ആണ്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിലധികം മഹത്വം ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്യും. നിങ്ങളുടെ ദേശത്തിൽ ക്ഷാമം വരാതെ കർത്താവ് കാക്കും. ഹല്ലേലൂയ. നല്ലൊരു എക്സാമ്പിൾ തൃത്തോപുരം ഏരിയയിലുണ്ട്. ഒരു കുളം, കിങ്സ് ലീവർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച കുളം. ഓക്കെ, ആ കുളം ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റിയോ? പറ്റിയിട്ടില്ല. ആ ലെവലിൽ കർത്താവ് ആ ഏരിയയിൽ മഴ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും നിറയാത്ത കുളം നിറഞ്ഞ് അത് മെയിൻറ്റെയിൻ ആവുകയാണ്. 2023 ഓഗസ്റ്റ് 28 മുതൽ സംഭവിച്ച ഒരു സംഭവത്തെയാണ് ഞാൻ പറഞ്ഞത്. ആ സാക്ഷി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾറെഡി. എത്രയോ വെള്ളമില്ലാത്ത കിണറുകളിൽ കർത്താവ് വെള്ളത്തെ തന്നു. പൊട്ടക്കിണർ കുഴിച്ചിട്ടിരുന്നു റിവർ, അതിനകത്ത് വെള്ളമില്ല, വെള്ളം കിട്ടില്ല. പ്രാർത്ഥിച്ചു, ദൈവം വെള്ളം കൊടുത്തു. ഇപ്പൊ ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്നു. അവർ കുളിക്കുവാൻ കുഴുത്തറ ആറ്റിൽ പോയിക്കൊണ്ടിരുന്നു. അതുപോലെ മേൽപ്പുറം ഏരിയയിൽ സിസ്റ്ററുണ്ടോ? ജാസ്മിൻ സുരേഷിന്റെ വീട്ടിൽ നിന്ന് ആരുള്ളേ? കിണറിൽ വെള്ളമുണ്ടോ? ഉണ്ട്. വെള്ളമില്ലാത്ത ബോർവെൽ, അവിടെ
പ്രാർത്ഥിച്ചു, ദൈവം ഇമ്മീഡിയറ്റ്ലി വെള്ളത്തെ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ്സുള്ള മക്കൾക്ക് വേണ്ടി എല്ലാ റിസോഴ്സസും അവരെ ഹെൽപ്പ് ചെയ്യുവാൻ, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവം മാറ്റങ്ങളെ കൊണ്ടുവരും. വെള്ളമില്ലാത്ത കിണറിൽ കർത്താവ് വെള്ളത്തെ തരും, വെള്ളമില്ലാത്ത കുളത്തിൽ കർത്താവ് വെള്ളത്തെ തരും. ജീവികൾ, ആക്രമിക്കുന്ന ജീവികൾ പോലും ദൈവമക്കളെ ആക്രമിക്കാതെ ദൈവം കാക്കും. രോഗങ്ങൾ കർത്താവ് മാറ്റും. ഡോക്ടർ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ സൗഖ്യമാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് വിശ്വസിപ്പിൻ. സംഭവിച്ച സംഭവങ്ങളെയാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ സാക്ഷികളുണ്ട്. ഹല്ലേലൂയ. തേജസ് വർദ്ധിക്കും തോറും അനുഭവങ്ങൾ കൂടും. തേജസ് വർദ്ധിക്കും തോറും ഉന്നതമായ നിലകളിലേക്ക് കർത്താവ് തന്റെ മക്കളെ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോരാ. ഇപ്പോൾ നമ്മുടെ നടക്കുന്ന കാര്യങ്ങൾ സില്ലി മാറ്റേഴ്സ് ആണെന്ന് ഞാൻ പറയും. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് പോരാ. മഹത്വം വർദ്ധിക്കണം, തേജസ് വർദ്ധിക്കണം. വലിയ മഹത്വമുള്ള കാര്യങ്ങൾ ഓരോ ജീവിതങ്ങളിലും സംഭവിക്കണം. ആഗ്രഹിപ്പിൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും തേജസ്സും തമ്മിൽ വർദ്ധിക്കട്ടെ. ഇതിലും അധിക മഹത്വമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം കർത്താവിനെ ആരാധിക്കാം. താങ്ക് യു ജീസസ്.